അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളികാർബണിൻ്റെ വർക്കാണ്. അതായത് ഫ്രണ്ടിൽ ചെറിയ കർവൊക്കെ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. നമ്മുടെ പൈപ്പ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അത് പ്രൈമർ അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളാണ്. പോസ്റ്റ് വന്നിട്ട് 3x3 പോസ്റ്റും പിന്നെ ലേറ്റസ്റ്റ് ഡ്രസ്സൊക്കെ വന്നിട്ട് 3x1.5 അപ്പോൾ ഇതിൽ പർലിങ് വരുന്നത് 2x1 എല്ലാം കനം കൂടിയ പൈപ്പുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കർവ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്രോസ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കർവ് വെൽഡിങ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വെൽഡിങ് അടിച്ച് സെറ്റാക്കുന്ന കർവ്. ഇതാണ് അവിടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ കർവ് കൊടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ സ്ലോപ്പും കർവും ഒക്കെ കൂടി ആകുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരുപാട് താഴ്ത്തി വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് വെച്ച് ബോൾട്ട് അടിക്കുന്നില്ല. അതിന് പകരം അതിലുള്ള നമ്മുടെ ഹൂക്ക് ഉണ്ട്, അപ്പോൾ കോൺക്രീറ്റ് ഹൂക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ സെറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കുള്ള ക്ലാമ്പാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ മൂല വെട്ടിയിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഒരു എൽ ടൈപ്പ് ക്ലാമ്പ് ആക്കിയിട്ട് അത് അതിൽ വെച്ച് വെൽഡിങ് അടിച്ച് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിലാണ് 3x1 പൈപ്പ് വെച്ചിട്ട് അതിൽ നിന്നാണ് ബാക്കി ഡ്രസ്സുകളൊക്കെ നമ്മൾ വലിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കട്ടിങ്. ഇനിയിപ്പോൾ ഇതൊക്കെ വെൽഡിങ് അടിച്ച് ഡെമ്മിയൊക്കെ വെച്ച് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് ആ ക്ലാമ്പിൽ പിടിപ്പിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ സെറ്റാക്കണം. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ സെറ്റാക്കി ഏകദേശം നമ്മുടെ സ്ട്രക്ചറിൻ്റെ പണി ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ പാത്തി ക്ലാമ്പൊക്കെ വെച്ച് പാത്തിയിട്ട് പ്രൈമർ ടച്ച് ചെയ്യണം, പെയിൻ്റ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഷീറ്റിൻ്റെ പണി ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെയും കൂടി വർക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ പുതിയ വീഡിയോ കറക്റ്റായിട്ടൊന്ന് ഇടുന്നുണ്ട്. വീഡിയോ പുതിയത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.